അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മീനിങ്ങൾ മഹാന്മാർ പറയുന്നു, അർറിജാലു അർബഅത്ത്, മനുഷ്യന്മാർ 4 വിധമാണ്. ഒരാൾ റജുലുൻ യദിരി വയദിരി അന്നഹു യദിരി, അതിൽ ഒരാൾ നല്ല വിവരമുള്ള ആളാണ്, ഇൽമുള്ള ആളാണ്. അതേ സമയത്ത് അയാൾക്ക് ഇൽമു ഉണ്ട് എന്നതും അതിനെക്കുറിച്ചുള്ള വിവരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ച് മഹാന്മാർ പറയുന്നു, ഫദാലിക ആലിമുൻ ഫത്തബി, അദ്ദേഹം ഒരു ആലിമാണ്. യഥാർത്ഥത്തിലേക്ക് അദ്ദേഹത്തിന് ഇൽമു ഉണ്ട് എന്നുള്ളൊരു വിവരം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അയാളെ പിൻപറ്റേണ്ട ആളാണ് അദ്ദേഹം. അതേസമയത്ത് വ റജുലിൻ യദിരി വലാ യദിരി അന്നഹു യദിരി, ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് നല്ല ഇൽമുണ്ട്, പക്ഷേ ഇൽമുള്ളവരാണെന്നുള്ളൊരു ബോധം അവർക്കില്ല. പലപ്പോഴും ഇൽമുള്ളവരാണെന്ന് പറഞ്ഞിട്ടും ആ ബോധത്തോടു കൂടെ അവർ ജീവിക്കുന്നില്ല. ഞാനൊരു ഇൽമുള്ളവനായതുകൊണ്ട് ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നവരാണ്, അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ഒരു കുറവും വരാൻ പാടില്ല, അത് മനുഷ്യന്മാർക്കൊക്കെ വിഷമമുണ്ടാക്കും എന്നൊരു വിവരമൊന്നുമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നു, ഫദാലിക ഗാഫിലും, അദ്ദേഹം ഒരു അശ്രദ്ധനാണ്, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊക്കെ ബോധമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഉണർത്തുക, അദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ തിരുത്തേണ്ടത്. മൂന്നാമത്തെ ആള് വ റജുലുൻ ലാ യദിരി വയദിരി അന്നഹു ലാ യദിരി, പിന്നൊരാളുണ്ട്, അദ്ദേഹത്തിനിക്ക് ഒരു വിവരവുമില്ല, പക്ഷേ അദ്ദേഹത്തിനിക്ക് വിവരമില്ല എന്നുള്ളതും അദ്ദേഹത്തിനിക്കറിയില്ല. അദ്ദേഹം ഞാൻ വലിയ വിവരമുള്ളതുപോലെ അദ്ദേഹം നടിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്തയാണ് പലപ്പോഴും അത്തരക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കൂടുമ്പോൾ എൻ്റെതും ഒരഭിപ്രായം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്തതൊക്കെ, എത്രയോ വിവരമുള്ളവരൊക്കെ പറയുമ്പോൾ എൻ്റെതും ഒരഭിപ്രായം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്തതൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു കിബുറോട് നടിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് മഹാന്മാർ പറയുന്നു, ദാലിക ജാഹിലു, അദ്ദേഹം ഒരു ജാഹിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിട്ടു നിൽക്കുക, അദ്ദേഹത്തിനെ ശരിപ്പെടുത്താൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും അയാൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന രീതിയിലാണ്, കാരണം എനിക്ക് വിവരമുണ്ട് എന്ന രീതിയിലാണല്ലോ അയാൾ ജീവിക്കുക. ഒരാളോട് പറഞ്ഞ് ശരിയാക്കണമെങ്കിൽ അയാൾക്ക് തോന്നണ്ടേ, ഞാൻ പറഞ്ഞതിലും എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ വിവരത്തിലും എന്തെങ്കിലും കുറവുണ്ടാകും, എന്നെക്കാൾ വിവരമുള്ളവർ പറഞ്ഞാൽ ഞാൻ തിരുത്തണമെന്നൊരു തോന്നൽ ഉള്ളവനോട് മാത്രമേ തിരുത്താൻ പറ്റുകയുള്ളൂ. അല്ലാത്തവരോട് നാം തിരുത്താൻ പോയാൽ അത് വലിയൊരു അപകടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കുക. അതേ സമയത്ത് മറ്റൊരാളുണ്ട്, അവനിക്ക് വിവരമില്ല എന്നതും അവനിക്കറിയാം. അവൻ നല്ല മനുഷ്യനാണ്, അവൻ നല്ല വഴി ഉദ്ദേശിക്കുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനിക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുക എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും പല ആൾക്കാരെ ചിന്ത ഓടി വരും. അയാൾ അങ്ങനെയാണ്, ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ ആൾ അത് അയാളാണ്, അത് ഇയാളാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഞാൻ ഈ 4 ആൾക്കാരിൽ ഞാൻ ആരാണ് എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വിവരമില്ലാത്തവനാണ്, വിവരമില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്കുണ്ടാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് വലിയ ബറക്കത്തും നല്ല വഴിയിൽ എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതേ സമയത്ത് വിവരമില്ലായിട്ടും വലിയ കിബിറോട് കൂടെ നടന്നാൽ നമ്മളൊരിക്കലും എത്തിപ്പെടേണ്ടടുത്ത് എത്തിപ്പെടുകയില്ല എന്നതും ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത് മറ്റൊരുത്തനെ വിലയിരുത്താനല്ല, നമ്മളെക്കുറിച്ച് വിലയിരുത്താനാണ്. ഒന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.